എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ചാനലിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാവരും സന്തോഷിക്കണം, സ്നേഹത്തോട് കഴിയണം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവണമെന്നുള്ളതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. എല്ലാവരും എല്ലാ ദിവസവും നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എല്ലാവിധ തടസ്സങ്ങളും മാറി എല്ലാ ഗ്രഹങ്ങളിലെ ദോഷങ്ങളും മാറാൻ സാധിക്കും. ഏറ്റവും പ്രധാനം നമ്മുടെ സങ്കല്പമാണ്. സങ്കല്പം നല്ലതാണെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. നമ്മൾക്ക് ഐശ്വര്യങ്ങൾ വരണമെങ്കിൽ നല്ല സമീപനം വേണം. എല്ലാവരുമായിട്ടും നല്ല സമീപനം ഉണ്ടാകും. അതായത് നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ രാവിലെ എനർജറ്റിക്കായി നമ്മുടെ ചാനൽ കാണുക. പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാ ദിവസവും നമ്മൾ പൂജ ചെയ്യുന്നു. ആ പൂജയുടെ ഗുണം നിങ്ങൾക്കും ഉണ്ടാകും. 50% പൂജയുടെ ഫലവും പിന്നെ നിങ്ങളുടെ സഹകരണം പോലെയിരിക്കും. അതായത് നിങ്ങൾ രാവിലെ നെയ്വിളക്ക് വെച്ച് വീട് വിളക്ക് കത്തിച്ച് 5 തിരി വെച്ച് കത്തിച്ചാൽ അതിൻ്റേതായ ഗുണമുണ്ട്. അങ്ങനെയാണ് 100% വിജയമുണ്ടാകുന്നത്. അല്ലാതെ ഇതിനകത്തൊരു മായയുമില്ല. നമ്മൾ പ്രാർത്ഥിക്കും, അതിൻ്റെ കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ആകുമ്പോൾ നിങ്ങളുടെ ഏത് സബ്ജക്റ്റും മാറ്റാൻ നമുക്ക് തീർച്ചയായും കഴിയും. അതാണ് ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിൻ്റെ പ്രധാന വിജയം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മുടെ പൂജയിലിരിക്കുന്ന ഒരാൾക്ക് വിജയം ഉറപ്പാണ്. അതാണ് ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ടാണ് എല്ലാവരും ഈ പൂജയിൽ പങ്കെടുക്കുന്നതും അതിൻ്റെതായ ഗുണമുണ്ടാകുന്നു. ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും വിജയമുണ്ടാകും. നാളത്തെ പൂജയിൽ നമ്മൾ പ്രധാനമായും ചൊവ്വാഴ്ച ആയതുകൊണ്ട് നവഗ്രഹ പൂജയാണ് നാളെ ചെയ്യുന്നത്. നാളത്തെ 22-ാം തീയതി, അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠകരമായൊരു ദിവസമാണ്. ആ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ചൊവ്വാഴ്ച ദിവസം നവഗ്രഹ പൂജ ചെയ്താൽ പലർക്കും പല ദോഷങ്ങളാണ്. രാഹുദോഷം കാണും, ശനിദോഷം കാണും, വ്യാഴത്തിൻ്റെ കാണും, അങ്ങനെ എല്ലാ ദോഷങ്ങളും കാണും. ഏത് ദോഷമുണ്ടെങ്കിലും ഈ നവഗ്രഹ ദോഷ പരിഹാര ക്രിയ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. പ്രത്യേകിച്ച് ആഗ്രഹങ്ങളാണ് എല്ലാവർക്കും. ആ ആഗ്രഹം സാധിക്കാൻ തടസ്സങ്ങൾ വന്നു നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ നവഗ്രഹ പൂജ ചെയ്യണം. ഏത് ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ പൂജ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. അതുകൊണ്ട് നാളെ നമ്മൾ ചെയ്യുന്നുണ്ട് നവഗ്രഹ പൂജ. ആ പൂജയിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളുടെ പേരും നാളും മാത്രം പറഞ്ഞാൽ മാത്രമേ നവഗ്രഹ പൂജയിൽ നിങ്ങൾക്ക് ചേരാൻ സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലവും ഉണ്ടാകും. അതുപോലെ നാളെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിളക്ക് കത്തിക്കുമ്പോൾ നാളെ 5 തിരിയിട്ട് കത്തിക്കണം. ചൊവ്വയും വെള്ളിയെങ്കിലും നല്ലപോലെ 5 തിരിയിട്ട് കത്തിച്ചാൽ നിങ്ങളുടെ സാമ്പത്തികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഏകദേശം 30 ദിവസത്തിനുള്ളിൽ മാറിക്കിട്ടും എന്നുള്ളതാണ്. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാകും. വീട്ടിലെല്ലാവരും നല്ല സഹകരിക്കണം. സഹകരിച്ചാൽ എല്ലാവർക്കും നല്ല ഐശ്വര്യമായി തടസ്സങ്ങളില്ലാതെ നല്ല ശാന്തിയും സമാധാനത്തോടു കൂടി കഴിയണം. അതാണ് എല്ലാവർക്കും ആവശ്യം. അല്ലാതെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഭൂമിയിൽ നിന്ന് നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. നമ്മൾ തന്നെ കിട്ടുന്ന ധനത്തിൻ്റെ 1% പാവങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുന്നു, അന്നദാനം നടത്തുന്നു. അതുപോലെ നിങ്ങളും ചെയ്യണം. കിട്ടുന്ന ധനത്തിൻ്റെ 1% പാവപ്പെട്ടവർക്ക് അന്നദാനം കൊടുക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തടസ്സങ്ങളെല്ലാം കുറേ മാറിക്കിട്ടി ശാന്തിയും സമാധാനമുണ്ട്. മനുഷ്യ ജീവിതത്തിന് എല്ലാ പ്രതിസന്ധികൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഈശ്വരനെ വിളിക്കുക. എപ്പോഴും ചൊവ്വാഴ്ചയാണെങ്കിൽ ഒന്നീ ശിവൻ്റെ മന്ത്രം, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയോ ഓം നമ ശിവായ എന്ന മന്ത്രം ജപിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഐശ്വര്യമുണ്ട്. അതുപോലെ ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ജപിക്കുക, നാരായണൻ്റെ ഓം നമോ നാരായണ, ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ച് നോക്കൂ. നിങ്ങൾക്ക് ക്രമേണ നിങ്ങളുടെ സ്വഭാവത്തിൽ ദേഷ്യമെല്ലാം മാറും, ശാന്തത വരും, മറ്റുള്ളവരോടുള്ള അസൂയയൊക്കെ മാറി നല്ലൊരു മനുഷ്യനായി തീരാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രധാനമായും പൂജ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതിന് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത്. മറ്റുള്ളവരോട് അസൂയ പാടില്ല. എല്ലാവർക്കും നമ്മൾ പ്രാർത്ഥിക്കണം, എല്ലാവരെയും സഹായിക്കണം, ഇല്ലാത്തവരെയും സഹായിക്കണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈശ്വരൻ്റെ രൂപത്തിൽ നമുക്ക് വരും. അതുപോലെ തന്നെ നാളെ നല്ല ശ്രേഷ്ഠകരമായൊരു നാളാണ് നാളെ നിൽക്കുന്നത്. അത്തക്കാർക്ക് നല്ല ശ്രേഷ്ഠകരമായൊരു ദിവസമാണ്. അവർക്ക് നല്ല ഐശ്വര്യമാണ് നാളത്തെ ദിവസം 22. അവർ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്നത്. അതുപോലെ തിരുവോണം 22-ാമത്തെ നാളെ തിരുവോണത്തിന് വളരെ ശ്രേഷ്ഠകരമായൊരു ദിവസമാണ്. 22 സംഖ്യാജ്യോതിഷവും സാധാ ജ്യോതിഷവും തമ്മിൽ ചേർത്ത് കൂട്ടുമ്പോൾ 22 തിരുവോണത്തിനാണ് നാളെ ലോട്ടറി ചാൻസ് ഉള്ളത്. അവർ ഭാഗ്യവാന്മാരാണ്. നാളെ അവർ തൊട്ട് കഴിഞ്ഞാൽ പൊന്നാവുന്ന ദിവസമാണ് തിരുവോണക്കാർക്ക്. അവർക്ക് ഒരു വിധത്തിലുള്ള പരാജയം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഉത്രട്ടാതിക്കും നാളെ ശ്രേഷ്ഠകരമായ ദിവസമാണ്. അവർക്ക് സാമ്പത്തികമായി നല്ല ഉയർച്ചയാണ് നാളെ കാണുന്നത്. അതുപോലെ തന്നെ രേവതിക്ക് അവർക്ക് നാളെ വാഹനങ്ങൾ യോഗമാണ് കാണുന്നത്. അതുപോലെ തന്നെ പുണർന്നം അവർക്ക് നാളെ വാഹനയോഗം, അതുപോലെ തന്നെ വീട് വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. മകയിരത്തിനാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഉണ്ടാകും. അതുപോലെ തന്നെ രോഹിണിക്കും നാളെ നല്ലതാണ്. രോഹിണിക്ക് നാളെ ഗവൺമെൻറ് ജോലിയുള്ളവർക്ക് നല്ലതാണ്. പ്രൊമോഷൻ കിട്ടാനും അതുപോലെ തന്നെ നല്ല ഉയർച്ച ഉണ്ടാകാനും സാധിക്കും. അതുപോലെ കാർത്തികയ്ക്ക് നല്ലതാണെങ്കിൽ വിദേശവാസം യോഗം കാണുന്നു. അതുപോലെ വിദേശത്ത് പോകാനുള്ള യോഗമാണ് നാളെ കാർത്തികക്കാർക്ക് കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെ ശ്രേഷ്ഠമായൊരു നാളാണ് ചോതിക്കായി. അവർക്ക് നാളെ ബാങ്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഐശ്വര്യമായിരിക്കും. ഗവൺമെൻറ് ജോലിയുള്ളവർക്ക് അവർക്ക് നല്ല എനർജറ്റിക്കും നല്ല പ്രൊമോഷൻ കിട്ടാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായി മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൂയം അവർക്ക് പുണർന്നം ഇവർക്കെല്ലാം നല്ല, അതുപോലെ മൂലം തൃക്കേട്ട അവർക്കെല്ലാം നല്ല ഐശ്വര്യമുള്ളൊരു ദിവസമാണ്.
പ്രത്യേകിച്ച് എല്ലാവരും എല്ലാ ദിവസവും രാവിലെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ട് നിങ്ങൾ എനർജി നേടി ആ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ചാനലിൽ കമൻ്റ് ഇട്ട് നല്ല കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പൂജയിൽ ഉൾപ്പെടുത്തും. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി കൂട്ടായ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾക്കും ഐശ്വര്യം വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സവുമില്ലാതെ ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് വേണ്ടത്. അല്ലാതെ ഒരു ജ്യോതിഷന് ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞ് അവരെ പേടിപ്പെടുത്താൻ പാടില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഗ്രഹങ്ങളുടെ പൊസിഷൻ മോശമാണെങ്കിൽ പോലും നമ്മൾ പരിഹാരമായാണ് എന്നും പൂജ ചെയ്യുന്നത്. എല്ലാ ദിവസവും ഓരോ പൂജയുണ്ട്. ശിവപൂജയുണ്ട്, വിഷ്ണു പൂജയുണ്ട്, നവഗ്രഹ പൂജകളുണ്ട്, ഗണപതി പൂജയുണ്ട്. എല്ലാ പൂജകളും 7 ദിവസവും 7 തരം പൂജകളുമായാണ് നമ്മൾ പോകുന്നത്. അത് എല്ലാ മനുഷ്യൻ്റെയും ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ആ പൂജയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് നമ്മൾ പൂജ ചെയ്യും. അതിൻ്റെ ഫലമായി ഈ തിരുമേനിയുടെ ഫലമായി ധാരാളം ആൾക്കാർക്ക് നല്ല ഗുണമാണുള്ളത്. ഓരോ ദിവസവും ഒരാൾക്കെങ്കിലും ഒരു ഫലം ഉണ്ടാകുന്നത് നമ്മൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് 5 പൈസ ചിലവില്ല. അതുപോലെ തന്നെ സന്തോഷവും ലഭിക്കും. ഇതിൽ കൂടുതൽ എന്താണ് മനുഷ്യന് വേണ്ടത്? മനുഷ്യന് ആവശ്യം ഇതൊക്കെ തന്നെ. വളരെയധികം പണത്തോട് ആർത്തിയെ പാടില്ല. എല്ലാം ദൈവം തരും. നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രം, പ്രാർത്ഥന. പ്രാർത്ഥനയും സഹായവും മറ്റുള്ളവർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഈശ്വരൻ തരത്തില്ല. അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കണം, പ്രാർത്ഥിക്കണം. കഷ്ടപ്പാട് വരുമ്പോൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ തിരുമേനി പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യും. നെയ്വിളക്ക് എപ്പോഴും കടം മേടിച്ചാലും നെയ്വിളക്ക് വെച്ച് നിങ്ങൾ കത്തിച്ച് നോക്കുക. വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ എല്ലാ ദാരിദ്ര്യവും മാറും. ചൊവ്വയും വെള്ളിയും. അത് ഐശ്വര്യത്തിൻ്റെ ദിവസമായിട്ട് എന്നും കാണണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം ലക്ഷ്മി നാരായണ.